കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സൂവിനെ കാണിച്ചുകൊണ്ടാണ്. സൂ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് പേരൻസ് ആരും അവളുടെ കൂടെ ഇല്ല. അവരെയൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മരണത്തിലൂടെ. അവൾ താമസിക്കുന്നത് അങ്കിളുടെ കൂടെയാണ്. അവൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പ്രായത്തിലും കവിഞ്ഞ പക്വതയും കാര്യങ്ങളും ഒക്കെ അവൾക്കുണ്ട്. പക്ഷെ അങ്കിൾ ഒരു കുഴിമടിയനാണ്. അങ്ങനെ വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല. അങ്കിളാണ് സത്യത്തിൽ സൂവിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതെങ്കിലും സൂ അങ്കിളിനെ നോക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും സൂ ജീവിക്കാൻ പഠിച്ച ഒരു മിടുമിടുക്കി പെൺകുട്ടിയാണ്. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായി പഠനത്തോടൊപ്പം തന്നെ അവൾ പലവിധ ജോലികളും ചെയ്യാറുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ കഥാനായകനായ സീലുവിനെ നമ്മൾ കാണുമ്പോൾ അവൻ ആ നാട്ടിലെ ഒരു പോപ്പുലർ സെലിബ്രിറ്റിയാണ്, ഒരു ഐഡലാണ്. പക്ഷെ അപ്പൊ അവന്റെ ലൈഫിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ മൂലം അവന് സിറ്റിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ അവൻ താമസിച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ സൂനെ അങ്കിളിനെ കാണുമ്പോൾ അവർക്ക് അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ആ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്യണം. അതിന് പോകാൻ അങ്കിളിനോട് പറയുമ്പോൾ അങ്കിൾ മടിച്ചിരിക്കുകയാണ്. ശരി, സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ച് നോക്കാം. തോക്കുന്നവരെ ഡെലിവറി ചെയ്യാൻ പോട്ടെ എന്ന രീതിക്ക് അവരങ്ങനെ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുമ്പോഴേക്കും തോൽക്കുന്നത് നമ്മുടെ സൂ ആണ്. തുടർന്ന് അവൾ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ആ ഒരു ഡെലിവറി ജോലി ചെയ്യാനായി പോകുന്നുണ്ട്. പക്ഷെ മടങ്ങി വരുന്ന വഴിയിൽ അവൾ അബദ്ധത്തിൽ അവിടേക്ക് വരികയായിരുന്ന സീലുവിനെ തട്ടുകയും സീലുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാട്ട് കേൾക്കുന്ന ഡിവൈസ് ഒക്കെ താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നു. അവൾ യൂണിഫോം ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ ദേഹത്തുണ്ടായിരുന്ന ബാഡ്ജിൽ നിന്ന് അവളുടെ പേര് വായിച്ചെടുക്കുന്നവൻ ഈ ഗ്രാമത്തിലെ ഈ പേരിലുള്ള ഈ പ്രായത്തിലുള്ള പെൺകുട്ടി തീർച്ചയായും തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ സൂ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവർക്കിടയിൽ കുട്ടിക്കാലത്തെ പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അവനെ മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കുന്ന അവൻ എന്റെ വാക്മാൻ ഒക്കെ നീ പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അന്നങ്ങട്ട് അവൾ അവിടെ നിന്നൊക്കെ ഒരുവിധം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സ്കൂളിൽ എത്തിച്ചേരുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു കാര്യമുണ്ട്. അവളുടെ ബാഗിൽ ഒരു കുഞ്ഞു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു. ആ പന്നിക്കുട്ടിയും അവൾക്ക് ഡെലിവറി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കൂളിലേക്ക് വരാനായി ലേറ്റ് ആവും എന്നതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞ് ഡെലിവറി ചെയ്യാന്ന് കരുതി അവളത് ബാഗിൽ വെച്ചേക്കാണ്. ആരും കാണാതെ ആ ബാഗ് അവളുടെ തൊട്ടടുത്ത സീറ്റ് കാലിയായിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിലേക്ക് നീക്കി വെച്ച് അവളിങ്ങനെ ഇരിക്കുന്ന ടീമാണ് മിസ് ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. അവളുടെ ഡെസ്ക് മേറ്റ് ആയി പുതിയൊരു ട്രാൻസ്ഫർ സ്റ്റുഡന്റ് വരുന്നുണ്ടെന്ന്. അവൾ അത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോന്നു. രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, ആ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് മറ്റാരുമല്ല, കുറച്ചു മുന്നേ പോലും അവൾ കണ്ട അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട സീലുവാണ്. രണ്ടാമതായി ആ ഒരു പന്നിക്കുട്ടി ഇരിക്കുന്ന ആ ഒരു സീറ്റിലേക്കാണ് ഇവൻ ഇരിക്കാനായി വരുന്നത്. അവൾ അതുകൊണ്ട് തന്നെ മിസ്സിനോട് മിസ് എന്റെ അടുത്ത് ഈ പുതിയ പയ്യനൊന്നും ഇരുത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്ലാസ്സേ നിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല, അതുകൊണ്ട് തീരുമാനിക്കേണ്ട, പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് മിസ് അങ്ങനെ അവിടെ തന്നെ ഇരിക്കാനായി സീലുവിനോട് പറയുന്നു. തുടർന്ന് സീലു അവിടെ വന്ന് ഇരിക്കുമ്പോഴേക്കും ആ പന്നിക്കുട്ടി അവിടെ നിന്ന് ചാടി പോവുകയും തുടർന്ന് ഈ കാര്യം എല്ലാവരും കാണുകയും ആകെപ്പാടെ വലിയ കോലാഹലം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ പിന്നീട് ഈ ഒരു കാര്യത്തിന് മിസ്സിനോട് സോറി പറയാനൊക്കെ സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് അവൾ സീലുവിനെ കാണുന്നു. ഇവൻ കാരണമാണ് തന്റെ പന്നിക്കുട്ടി ചാടിപ്പോയത്, ഇവൻ കാരണമാണ് എല്ലാവരുടെ മുന്നിൽ തനിക്ക് പ്രശ്നം ഉണ്ടായെന്ന കലിപ്പില് അവൾ അവനോട് ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വരുന്ന മിസ് അവളെ വഴക്ക് പറയുന്നു. ഒടുക്കം അവളാകട്ടെ മിസ്സിനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്, ഞാനും എന്റെ അങ്കിളും ജീവിക്കുന്നത് ഇങ്ങനെ ഡെലിവറി ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന കാശും കൊണ്ടല്ലേ, വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവൾ ഭയങ്കരമായി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സോവിന്റെ അങ്കിളിനെ അറിയാവുന്ന മിസ് ആക്ച്വലി മിസ്സിന് അങ്കിളിനെ ഒരു ക്രഷ് ഉണ്ട്, ഇവരൊക്കെ ഒരേ നാട്ടുകാരൊക്കെയാണല്ലോ, അതുകൊണ്ട് തന്നെ ശരി ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ പന്നിക്കുട്ടിയെ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് പക്ഷെ സീലു അവളുടെ മനസ്സിൽ വലിയൊരു കണ്ണുകടിയായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിട്ട് പണി കൊടുക്കാനൊക്കെ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അവൾ എത്തുമ്പോഴേക്കും മറ്റൊരു ഞെട്ടൽ. അവളുടെ വീടിന്റെ ബാത്റൂമിൽ നിന്ന് സീലു കുളിക്കുന്നു. ഇവനെന്താ ഇവിടെന്ന് അവൾ ഒരു ഞെട്ടലോട് കൂടി അങ്കിളിനോട് അന്വേഷിക്കുമ്പോഴാണ് ഇവന്റെ അച്ഛൻ തന്റെ ഒരു പരിചയക്കാരനാണെന്നും വലിയൊരു തുകയ്ക്ക് നമ്മുടെ വീട്ടിലെ ഒരു റൂം ഇവന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ അങ്കിള് പറയുന്നത്. അങ്ങനെ അവളുടെ ജസ്റ്റ് ഡെസ്ക് മേറ്റ് അല്ലാതെ ഇപ്പൊ ഒരേ കുടക്കീഴിൽ താമസിക്കുന്ന ശത്രുവായും കൂടി സീലു മാറിയിരിക്കുകയാണ്. അങ്ങനെ അവളുടെ റൂം തന്നെയാണ് സീലുവിന് നൽകിയിരിക്കുന്നതെന്നും കൂടി കേൾക്കുമ്പോൾ അവൾ അവിടെ പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിലും അത് വിലപ്പോയില്ല. ഒടുക്കം അവൾക്ക് അവളുടെ മുറി വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാവുന്നു. അങ്ങനെ അവളുടെ മുറി അവന് താമസിക്കാനായി കൊടുത്ത് അവൾ അത്യാവശ്യ സാധനങ്ങളും എടുത്ത് മാറി പോകുമ്പോഴേക്കും അവിടെയുള്ള അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയിലേക്ക് തന്നെ അവൻ കണ്ണു നട്ട് നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. സീലുവിന് സൂ തന്റെ കളിക്കൂട്ടുകാരിയാണെന്ന് അറിയാം. പക്ഷെ ആ ഒരു കാര്യം ഇതുവരെ സൂവിന് അറിയില്ല. പക്ഷെ പിന്നീട് അവളുടെ ഒരു ഫേവറേറ്റ് ആക്ടറിന്റെ ഒരു ഷോ കാണുന്ന സമയത്താണ് ആ ഒരു പ്രോഗ്രാമിൽ ഈ സീലുവിനെയും അവൾ കാണുന്നത്. അപ്പോൾ മാത്രമാണ് അവൾ ഈ സീലു ആ ഒരാളാണല്ലോ, ഇവനും അപ്പൊ ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവളാകട്ടെ പിന്നീട് അവന്റെ അടുത്തേക്ക് ചെന്ന് എന്തുകൊണ്ടാണ് അവൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ മാറി ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടുന്നില്ല. അവളാകട്ടെ ഇവനൊരു സെലിബ്രിറ്റി ആണെന്ന് അറിഞ്ഞ ഒരു എക്സൈറ്റ്മെന്റിൽ അവളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ആ മെസ്സേജ് ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഇവർ സ്കൂളിലേക്ക് പോകാനായി നിൽക്കുമ്പോഴേക്കും ഈ ഒരു കാര്യം അവിടെയുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ കൊച്ചു ഗ്രാമത്തിലുള്ളവർക്ക് അങ്ങനെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഒരു സെലിബ്രിറ്റി ഇങ്ങനെ വന്നു എന്നത് അവരും ഇങ്ങനെ ഒരു കാര്യം എല്ലാവരും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ ഇവിടെ വലിയ സംഭവം ആവുമ്പോഴേക്കും ഇതിന് കാരണം സൂ ആണ്, അവളാണ് ഈ കാര്യം എല്ലാവരോടും പറഞ്ഞു കൊടുത്തത് എന്ന് മനസ്സിലാക്കുന്ന സീലു സൂവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവനങ്ങട്ടെ ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എത്തുന്ന അവനെ ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞ് കുട്ടികളെല്ലാം വട്ടം കൂടി നിൽക്കുമ്പോൾ അവനാകട്ടെ സൂവിനിട്ട് ഒരു പണി കൊടുക്കുന്നു. താൻ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും തന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വേണ്ടവർ അതിനുള്ള പേപ്പറോ എന്താന്ന് വെച്ചാൽ അവളെ ഏൽപ്പിച്ചാൽ മതി, പിന്നെ അവൾ എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ട് തന്നോളൂ എന്നും അവൻ പറഞ്ഞു പോകുമ്പോൾ അവൾ ആകെ പെട്ടു പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരിപ്പോ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ചില കുട്ടികൾ
ഇപ്പോൾ അവർക്കിടയിൽ എന്തോ പ്രണയം ഉണ്ടെന്ന രീതിക്ക് റൂമറും പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ ആകെ മൊത്തത്തില് നമ്മുടെ സൂ പെട്ടുപോകുന്നു. തുടർന്ന് അവളാകട്ടെ അവനിട്ട് ഒരു പണി കൊടുക്കാനായി പ്ലാൻ ചെയ്ത് അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടീം അവന്റെ കൂടെ അവന്റെ സൈക്കിളിൽ ചെന്ന് കയറിയിരിക്കുകയും വീട്ടിലേക്കുള്ള വേറൊരു വഴി കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനെ ഒരു പൈനാപ്പിൾ പാടത്തിന്റെ അവിടേക്ക് കൊണ്ടുപോവുകയും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയതേ ഈ സെലിബ്രിറ്റിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം, പാടത്ത് പണിയെടുത്തൊന്നും പുള്ളിക്ക് പരിചയമില്ലല്ലോ, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ സീലുവിന്റെ സമ്മതം പോലും ചോദിക്കാതെ സംസാരിക്കുമ്പോൾ അവൻ ആകെ പെട്ടുപോകുന്നുണ്ട്. തുടർന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ അവൻ അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് മടങ്ങുന്നതിന് മുന്നേ അന്ന് ക്ലാസ്സിലെ പ്രശ്നം ഉണ്ടാക്കിയ ആ ഒരു പന്നിക്കുട്ടിയെ അവിടെ അവൻ കാണുന്നുണ്ട്. അതാകട്ടെ അവിടെ ഒട്ടും സേഫ് അല്ല, അതിനെ വാങ്ങിച്ചവർ അതിനെ കറി വെക്കാൻ പോവാണെന്ന് അവന് മനസ്സിലാവുമ്പോൾ അവിടെ നിന്ന് നൈസായി അവൻ അതിനെ എസ്കേപ്പ് ചെയ്യിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കി സൂ പിന്നീട് സീലുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിന്ന് വിട്ടു നിൽക്കുന്നതെന്നും സിറ്റിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്നും എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. ഡയറക്ടറിനെ നീ തല്ലിയില്ലേ, അതിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങളുണ്ടല്ലേ, ഇപ്പൊ ഗ്രാമത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാണെന്നെല്ലാം പന്നി അവൻ എടുത്തോണ്ട് വന്ന ഒരു കാര്യത്തെ പറ്റി സൂ ചോദിക്കുമ്പോൾ ആ ഒരു ഡയറക്ടർ തന്റെ ഒരു ഫീമെയിൽ കൊലീഗിനോട് മോശമായി പെരുമാറാൻ നോക്കിയപ്പോ ആളെ സഹായിക്കാൻ വേണ്ടിയാണ് താൻ ആ ഡയറക്ടറിനോട് എതിർത്തുനിന്ന് അവൻ പറയുന്ന ടീം അവൾക്ക് അതിലൊട്ടും ദേഷ്യം തോന്നില്ല, നീ ചെയ്ത വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവൾ പ്രശംസിക്കുമ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്ന എല്ലാവരും തന്നെ കുറ്റപ്പെടുത്താറുള്ള ഈ ഒരു സമയം ഇവൾ എത്ര കാര്യമായിട്ടാണ് പറയുന്നത് എന്നതാണ് അവൻ ശ്രദ്ധിക്കുന്നത്. എന്തേലും അന്ന് രാത്രിയായിട്ട് ഉറക്കത്തിന്റെ ഇടയിൽ ഓർക്കാതെ തന്റെ മുറിയായിരുന്ന എന്നാൽ ഇപ്പോ സീലൂന് കിടക്കാനായി കൊടുത്തിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് സൂ വന്ന് കിടക്കുന്നു. അവൾ വന്ന് കിടന്ന ശേഷമാണ് അവന് കാര്യം മനസ്സിലാവുന്നത്. അവളെ ഉണർത്താനായി അവൻ നോക്കിയെങ്കിലും അവൾ ഭയങ്കര ഉറക്കത്തിൽ തന്നെയായിരുന്നു. തുടർന്ന് അവൻ പിന്നെ ശല്യപ്പെടുത്തുന്നില്ല. അടുത്ത ദിവസം അവൾ ഉണരുന്നതിന് മുന്നേ ഉണർന്ന അവൻ അവളുടെ തലയണയുടെ അടിയിൽ ഉണ്ടായിരുന്ന അവന്റെ ആ ഒരു വാക്ക്മാൻ എടുക്കാനായി നോക്കുന്ന ടൈമാണ് അവൾ ഉണരുന്നത്. നീ എന്താ കാണിച്ചത്, ഇന്നലെ എന്തിനാ എന്റെ ബെഡി വന്ന് കിടന്നത്, എന്നെ മയക്കെടുക്കാൻ വല്ല പ്ലാനും ആണെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ കളിയാക്കുമ്പോഴേക്കും ദേഷ്യം വരുന്ന അവൾ ഒപ്പം ചമ്മലും കൊണ്ട് ഇങ്ങനെ വന്ന് കിടന്നതിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കാതെ അവളുടെ തല കൊണ്ട് അവന്റെ തലക്കിട്ട് ഒരു കൊട്ട് വെച്ചു കൊടുത്ത് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ സൂവിനെ കൂടുതലായി മനസ്സിലാക്കാനായി സീലു ശ്രമിക്കുന്നു. അവൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ഒക്കെ ആണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അവളുടെ വളരെ പേഴ്സണൽ ആയ ഒരു ഡയറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പല കണക്കും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡയറി. അത് അവന്റെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ വീണ് അതിനകത്ത് എഴുതിയിരുന്ന കാര്യങ്ങളൊക്കെ മാഞ്ഞു പോകുമ്പോൾ അവൾ ആകെ സങ്കടത്തിലാവുന്നു. തുടർന്ന് അവളുടെ ഫ്രണ്ട്സിൽ നിന്നാണ് അവളുടെ അമ്മയൊക്കെ മരിച്ച ശേഷം അങ്കിളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ അവൾ ഈ ഉത്തരവാദിത്തമില്ലാത്ത അങ്കിളിനെ കൊണ്ട് എത്രത്തോളം പൊറുതിമുട്ടി സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു, എന്തോരം കഷ്ടപ്പെട്ടാണ് അവൾ കാശുണ്ടാക്കുന്നത്, ആ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്ന ഓരോ കണക്കും അവൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നഷ്ടപ്പെടുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് വ്യക്തമാവുന്ന അവൻ തന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. തുടർന്ന് അവളോട് സംസാരിക്കാനായി പോകുന്ന ടീം അവളാകട്ടെ വലിയൊരു ഹാമർ കൊണ്ട് പാറ തല്ലി പൊട്ടിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. തന്നോടുള്ള കലിപ്പിനായിരിക്കും അവൾ ഇത് ചെയ്യുന്നതെന്ന് അവൻ ആദ്യം കരുതുന്നുണ്ടെങ്കിലും അവൾ മീൻ പിടിക്കുകയാണ്. ചൂട് സമയത്ത് ഇതുപോലെ പാറയുടെ ഇടുക്കുകളിൽ മീൻ കയറിയിരിക്കും, അതിനെ പിടിക്കാനായിട്ട് അവൾ നോക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുടെ കൂടെ സഹായിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങനെ അവിടെ മീനെ പിടിച്ച് അവിടെ തന്നെ അതിനെ ചുട്ടവർ കഴിക്കുന്ന ആ ഒരു സമയത്ത് ഒരിക്കലും അവളെ സങ്കടപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്നത് അവൻ വ്യക്തമാക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയം ചെറിയൊരു അവധി ആഘോഷിക്കാനായി ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സീലുവിനെ വിളിക്കുന്നു. അവൻ അങ്ങനെ അവൾ തന്നെ വിളിച്ചല്ലോ എന്ന ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയി പോകുന്നുണ്ടെങ്കിലും ആ ട്രിപ്പിന്റെ ഉടനീളം അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യാണ്. തന്നെ ചുമ്മാ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ വിളിച്ച കണക്ക് അവന് തോന്നുമ്പോൾ ആകെ നിരാശ. എന്തായാലും ആ ഒരു ട്രിപ്പിന്റെ ഇടയിൽ ഇപ്പൊ ഗ്രാമത്തിലേക്ക് തന്റെ ആ ഒരു സെലിബ്രിറ്റി ലൈഫ് ഒക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന സീലുവിനെ കാണാനായി അവന്റെ കോ സ്റ്റാർ ആയിരിക്കുന്ന യു എത്തുന്നുണ്ട്. ഈ യു സീലുവിനേക്കാളും ഒരുപടി ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. കൂടാതെ നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ ഒരു വീഡിയോ കണ്ട്, അതും തന്റെ ഫേവറേറ്റ് ആക്ടറിന്റെ ഒരു വീഡിയോ കണ്ട് അതിൽ സീലു ഉള്ളത് കണ്ടാണ് ഇവൻ സെലിബ്രിറ്റി ആണെന്ന കാര്യമൊക്കെ സൂ മനസ്സിലാക്കിയത്. ആ ആക്ടർ മറ്റാരുമല്ല, ഇതേ യു തന്നെയാണ്. യു തന്റെ ഫേവറേറ്റ് ആക്ടർ ആയതുകൊണ്ട് തന്നെ അവനെ അവിടെ കാണുന്ന സൂ ഭയങ്കര ഹാപ്പി ആവുന്നു. അങ്ങനെ അവിടെ യുവിനെ കണ്ടപാടെ അടുത്ത് ചെന്ന് ഭയങ്കര കാര്യമായി സംസാരിക്കുകയും അവന്റെ കൂടെ സെൽഫി എടുക്കുകയും അവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന സൂവിനെ കാണുമ്പോൾ സീലുവിന് ഭയങ്കര സങ്കടം. കാരണം ആ ഗ്രാമത്തിലെ ബാക്കി ആൾക്കാർക്ക് ഇവനൊരു സെലിബ്രിറ്റി ആണെന്ന് മനസ്സിലാക്കി അവന്റെ കൂടെ ഓട്ടോഗ്രാഫ് എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ വന്നെങ്കിലും സൂ അതിനൊന്നും മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ഇങ്ങനെ യുവിന്റെ കൂടെ ഒക്കെ ഭയങ്കര കാര്യമായി നിൽക്കുമ്പോൾ അത് ഭയങ്കര അസൂയാണ് സീലുവിന് ഉണ്ടാക്കുന്നത്. എന്തായാലും അവിടെ ഇങ്ങനെ സംസാരിക്കുന്ന ടീം യു ആകട്ടെ സീലുവിനോട് നിനക്ക് ആ സൂവിനെ ഇഷ്ടമാണല്ലേ, എനിക്കത് വ്യക്തമായി മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് സീലു ഉരുണ്ട് വിളിക്കുന്നു. അങ്ങനെ പോകുന്നതിന് മുന്നേ അന്ന് രാത്രി സൂവിന്റെ വീട്ടിൽ തന്നെയാണ് യു നിൽക്കുന്നത്. ആ സമയത്തും സീലു എത്രത്തോളം സൂവിനെ ഇഷ്ടപ്പെടുന്നു എന്നത് യുവിന് വ്യക്തമാവുന്നുണ്ട്. അവൻ ആ കാര്യത്തെ പറ്റി അപ്പോഴും സീലുവിനോട് പറയുന്നു. അങ്ങനെ പോകുന്നതിന് മുന്നേ അടുത്ത ദിവസം സൂവിനോട് യാത്ര പറയുന്ന യു ഡയറക്ടറുമായി നടന്ന ഒരു പ്രശ്നത്തിന്റെ പേര് മാത്രമല്ല സീലു സിറ്റിയിൽ നിന്ന് ഈ ഒരു മനോഹരമായ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്. അവൻ ഡിപ്രഷന്റെ ഒരു വക്കിലും കൂടിയാണ്. അവന് മനസ്സിന് സമാധാനം തേടിയാണ് അവൻ വന്നിരിക്കുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ സൂവിന് അങ്ങനെ മനസ്സ് തകർന്ന് ഇവിടേക്ക് എത്തിയ സീലുവിനെ താൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചല്ലോ എന്നൊരു കുറ്റബോധം ഫീൽ ആവുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് യു പോകുന്നതിന് മുന്നേ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സൂ ആട്ടെ വീട് നിറച്ച് അത് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം അവളുടെ ഫേവറേറ്റ് ആക്ടറാണ് അവൻ. അതേ ടീം തന്നെ ഡിപ്രഷൻ എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നതൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്യാനും സൂ മറന്നിട്ടില്ല.
പറ്റില്ല. അവൾ അതൊക്കെ നോക്കി ഇതേ കാര്യങ്ങൾ തന്നെയാണ് സീലുവിനുള്ളതെങ്കിൽ അവനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് ഓക്കെ ആക്കി എടുക്കണം എന്ന ചിന്തയിൽ അവനോട് അവൻ ഈ ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടോന്ന് മനസ്സിലാക്കാനായി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരാകട്ടെ അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അവന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോ ഇങ്ങനെ വലിയ ആരാധനയിൽ അവിടെ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ കുശുമ്പ മൂത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡിപ്രഷന്റെ ലക്ഷണങ്ങളാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കുന്ന അവൾ പിന്നീട് അവന്റെ സേഫ്റ്റി മാനിച്ച് അവന്റെ പിറകെ കൂടുന്നുണ്ട്. അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ ഡിപ്രഷൻ കൂടി അങ്ങനെ ഒരു തീരുമാനം അവൻ എടുത്താലോ എന്ന ഒരു പേടിയിൽ. എന്തിനേറെ അവൻ സ്കൂളിന്റെ റൂഫ് ടോപ്പിന്റെ അവിടെ ചുമ്മാ പോയി നിൽക്കുമ്പോഴും അവൻ ഇനി ചാടി മരിക്കാനുള്ള പുറപ്പാടിലാണോ എന്ന് ടെൻഷൻ ആവുന്ന അവൾ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. ആദ്യമൊന്നും ഇതവന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവളുടെ ഫോൺ വളരെ യാദൃശികമായി കിട്ടി. അത് പരിശോധിക്കുന്ന സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ട് ഇവൻ ഡിപ്രഷനിലാണെന്ന് കരുതിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം മുതലെടുത്ത് അവളെ തന്റെ പരിധിക്ക് കൊണ്ടുവരാനായി തന്നെ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നീട് അവൾ അവന്റെ മേലിൽ എക്സ്ട്രാ ശ്രദ്ധ വെക്കുന്നു എന്ന് മാത്രമല്ല അവൻ ആ ഒരു വില്ലേജിൽ ചെയ്തിട്ടുള്ള പല ജോലിയും കാര്യങ്ങളും എന്നിങ്ങനെ അവൾ ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടറുമായി നടന്ന പ്രശ്നത്തിന്റെ പേരിൽ അവനെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പൊ ഇവന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവനൊരു പച്ചയായ മനുഷ്യനാണ്. ഒരാൾക്ക് ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെട്ടെന്നിരിക്കും. ഡയറക്ടറിനെ അയാൾ എന്ത് തോന്നിയാസം കാണിച്ചാലും സഹിച്ചു നിൽക്കേണ്ട ഒരാളല്ല ഒരു ആക്ടർ. ഡയറക്ടർ ഒരു തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ആ ആക്ടർക്കും ഉണ്ട് എന്നത് ആളുകൾ ഇപ്പൊ റിയലൈസ് ചെയ്ത് തുടങ്ങുന്ന രീതിക്ക് അവൾ ഇടുന്ന അവന്റെ ഫോട്ടോസും വീഡിയോസും വെച്ചുള്ള പോസ്റ്റുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ചുമ്മാ ഒന്ന് പുറത്തേക്ക് രാത്രി ഉറക്കം വരാതെ സീലു പോകുന്നുണ്ട്. ഈ സമയത്ത് ഉറക്കമുണ്ടായിരുന്ന സുവാട്ട് സീലുവിനെ വീട്ടിൽ കാണാതെ ഒരു കോലാഹലം തന്നെ അവിടെ ഉണ്ടാക്കുന്നു. തുടർന്ന് എല്ലാവരും കൂടി അവൻ എന്തോ അപകടം പറ്റുന്ന ചിന്തയിൽ അവൻ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ റോഡിൽ നിന്ന് ആരൊക്കെ അവനെ കണ്ട് ബലമായി കൂട്ടിക്കൊണ്ട് വന്ന് ഇരുത്തുമ്പോഴാണ് അവൾക്ക് സമാധാനമാവുന്നത്. അവനാകട്ടെ അവളോട് ദേഷ്യപ്പെടുന്നു. നീ എന്തേ കാണിക്കുന്നേ? എനിക്ക് ശ്വാസം വിടാൻ പോലും ഒരു ഫ്രീഡം നീ തരത്തില്ലേ? എനിക്ക് ഡിപ്രഷനോ ഇല്ല ഒന്നുമില്ല, വെറുതെ എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോയി തരുമെന്നല്ല അവൻ ബഹളം വെക്കുമ്പോഴാണ് താൻ വെറുതെ തെറ്റിദ്ധരിച്ച് അവനെ ഇങ്ങനെ പുറകെ നടന്നു ബുദ്ധിമുട്ടിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല അവൾ അടുത്ത ദിവസം ഇവന് ഡിപ്രഷൻ ഉണ്ടെന്ന് അന്ന് അവൾ അവിടെ സീനുണ്ടാക്കി എല്ലാവരെയും ടെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അങ്ങനൊന്നും ഇല്ലാന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അവനോട് പബ്ലിക്കായി അപ്പോളജൈസ് ചെയ്യുന്നു. അവനാകട്ടെ തിരിച്ച് അവന്റെ ഒരു സെലിബ്രിറ്റി ലൈഫിലേക്ക് മടങ്ങി പോകണമെന്നൊന്നുമില്ല. ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കണം. പിന്നെ ആക്ടിങ്ങിനേക്കാൾ അവനിഷ്ടം മ്യൂസിക്കിനോടാണ്. അവനിഷ്ടമുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്യണം എന്നൊക്കെയാണ് അവന്റെ ഇപ്പോഴത്തെ താല്പര്യം. അങ്ങനെ അവരിങ്ങനെ മുന്നോട്ട് ആ ഒരു ഗ്രാമത്തിൽ ലൈഫ് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ സിറ്റിയിലേക്ക് തന്റെ കൂടെ ഒരു ആവശ്യത്തിന് വരാനായി സുവിനെ സീലു ക്ഷണിക്കുമ്പോൾ അവൾ സിറ്റി എന്ന് കേട്ട പാടെ ഭയങ്കര ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായില്ല. പിന്നീട് അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് അവളുടെ പേരൻസിനെ നഷ്ടമായതും പിന്നീട് അവളുടെ ഗ്രാൻഡ് മദറിനെ നഷ്ടമായതും ഒക്കെ തന്നെ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ നടന്ന ഒരു ആക്സിഡന്റിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് സിറ്റിയിലേക്ക് പോകുന്നത് വളരെ പേടിയുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാവുന്നു. പിന്നീട് സൂവിന്റെ അങ്കിളിനോട് സീലു സംസാരിക്കുമ്പോൾ സിറ്റിയിലേക്ക് പോകാനുള്ള അവളുടെ പേടി മാറ്റിയെടുക്കാൻ മോൻ എന്ത് വേണേലും ചെയ്തോ അതിന് അങ്കിള് കൂട്ടുണ്ടെന്ന് ആ അങ്കിള് പറയുന്നുണ്ട്. കാരണം ഈ ഗ്രാമത്തിൽ അങ്ങനെ കഴിയേണ്ട ഒരു പെൺകുട്ടിയല്ല അവള് സിറ്റിയിലേക്ക് പോയി അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് വഴി അവളുടെ ലൈഫ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അവളെ പോലെ കഴിവുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ഗ്രാമമല്ല വിധിച്ചിരിക്കുന്നത്. അവളുടെ ഉള്ളിൽ ആ പേടി മാറ്റി കൊണ്ടുപോകാനായിട്ട് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് അങ്കിളും പറയുന്നുണ്ട്. അങ്ങനെ സീലു ആട്ടെ സൂവിന്റെ അങ്കിളുടെ അനുവാദത്തോടു കൂടി തന്നെ അവളെ അവളുടെ ഉറക്കത്തിൽ തന്നെ എടുത്തുകൊണ്ട് സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ എടുത്ത് കാറി ഇരുത്തി അങ്ങനെ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സിറ്റിയിൽ എത്തുമ്പോഴാണ് അവൾ സിറ്റിയിലാണ് താനിപ്പോ എന്ന കാര്യം അറിയുന്നത്. പക്ഷെ അവളുണ്ടായിരുന്നത് അതേ നൈറ്റ് ഡ്രസ്സിലും ഒപ്പം കണ്ണിങ്ങനെ ഉറങ്ങാൻ വേണ്ടി കെട്ടിവെച്ച ആ ഒരു നിലയിലുമായിരുന്നു. അവൾക്ക് ഭയങ്കര പേടി. കണ്ണിലെ കെട്ട് മാറ്റിയാൽ അവൾ ഒട്ടും കംഫോർട്ടബിളും അല്ല. അവനായിട്ട് ഇവിടെ ഇപ്പൊ എത്തിയിരിക്കുന്നത് അവന് സോങ് കമ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. അപ്പൊ അവനൊരു പാട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അവളുടെ പേടി മനസ്സിലാക്കുന്ന അവനാകട്ടെ അവളെ അതൊന്ന് മാറ്റിയെടുക്കാൻ ഒരു ശ്രമത്തിന് വേണ്ടി അടുത്തുള്ള അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കൊണ്ടുവന്നു. അവിടെയുള്ള റൈഡൊക്കെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും കണ്ണിലെ കെട്ട് മാറ്റിയിട്ടില്ല. അതേ രീതിക്കാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് ആ കണ്ണിലെ കെട്ട് മാറുന്ന ആ ഒരു സമയത്ത് സീലു സൂവിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അവൾ ആകെ പാനിക് ആവുന്നുണ്ട്. ആ ഒരു സിറ്റിയുടെ കാഴ്ചകൾ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ പെട്ടെന്ന് പേടിച്ച് കരയാനായി തുടങ്ങുമ്പോഴേക്കും മാറിപ്പോയിട്ടുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് എത്തുകയും അവളെ കംഫോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് അവൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവർക്ക് രണ്ടുപേർക്കും എക്സാമിന് മാർക്ക് കുറവാണ്. തുടർന്ന് ടീച്ചർ ക്ലാസ് വെച്ച് അവരെ വഴക്ക് പറയുമ്പോഴേക്കും രണ്ടുപേരും പഠിക്കാനായി തീരുമാനിക്കുന്നു. ആദ്യം സീലുവിന്റെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്ന രീതിക്കാണ് സൂ ഉള്ളതെങ്കിലും അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൾ ശരി അവൻ പഠിപ്പിക്കട്ടെ എന്ന രീതിക്ക് അടുത്തു പോയിരിക്കുന്നു. അങ്ങനെ അവളെ പഠിപ്പിച്ച് അവൻ ഉറങ്ങി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ എപ്പോഴും വാക്ക്മാനിൽ എന്തോ ഒന്ന് കേൾക്കാറുണ്ടായിരുന്നല്ലോ. പാട്ടാണെന്നാണ് അവൾ കരുതിയിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പൊ അതൊന്ന് കേട്ട് നോക്കുന്ന ടീമാണ്. അത് പാട്ടല്ല തന്റെ വോയിസ് ആണ് അതിലുള്ളത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതിലെ കാര്യങ്ങൾ കേട്ട് അവൾ ആകെ ഞെട്ടിപ്പോന്നു. കാരണം അതിലുണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് ഇവർ കളിക്കൂട്ടുകാരായി ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ചില കാര്യങ്ങളാണ്. നമുക്ക് വലുതാകുമ്പോൾ കല്യാണം കഴിക്കണമെന്നൊക്കെ ചുമ്മാ ആ ഒരു
ഒരു പ്രായത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവന് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ വോക്ക്മാനിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കുമായിരുന്നു. അതേ കാര്യമാണ് ഇപ്പോഴും അവൻ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾ അപ്പോൾ ഇവൻ തന്റെ കളിക്കൂട്ടുകാരനായ സീലു ആണെന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവൻ പിന്നീട് മയക്കമുണരുമ്പോഴേക്കും ഇത് താൻ അറിഞ്ഞ കണക്ക് അവന്റെ മുന്നിൽ അവൾ ഭാവിക്കുന്നില്ല. അവൾ ഇത് കേട്ടോ ഇല്ലയോന്ന് അവൻ ആകെ പാടെ ഒരു ഡൗട്ട്. എന്തായാലും അവൻ നേരിട്ട് അത് ചോദിക്കുന്നില്ല. അങ്ങനെ ഇവർ ഒന്നിച്ച് പഠിച്ച ആ ഒരു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. തുടർന്ന് നല്ല മാർക്കോട് കൂടി എക്സാം പാസ് ആവാൻ സാധിക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ അവരുടെ ഈ ഒരു സ്കൂൾ കാലഘട്ടം അവസാനിക്കാനായി. അതിനു മുന്നേ കിട്ടുന്ന ചെറിയൊരു വെക്കേഷൻ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അടിച്ചു പൊളിക്കാനായി തീരുമാനിച്ച് അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഗ്രാമത്തിലേക്ക് യു വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ അടിച്ചു പൊളിച്ച ഒരു ചെറിയ ഹോണ്ടഡ് ഹൗസ് സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രേതം അത് ഗ്രാൻഡ് ചെയ്യും എന്ന രീതിക്ക് ഒരു പ്രേതത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കോൺസെപ്റ്റ്. അങ്ങനെ അവരവിടെ പോയി നിൽക്കുന്ന ടീം ആക്ച്വലി ഇവരെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അവിടേക്ക് അസുവിന്റെ അങ്കിളും അവരുടെ ക്ലാസ് ടീച്ചറും എത്തുന്നുണ്ട്. മുന്നേ പറഞ്ഞിരുന്നില്ലേ ഇവര് തമ്മിൽ ക്രഷ് ഉള്ളവരാണ്. ഇവിടെ വെച്ച് അങ്കിൾ ആളുടെ ഇഷ്ടം ആ ഒരു ക്ലാസ് ടീച്ചറിനോട് കൺഫ്യൂസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി അത് അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ ഇവർ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു പ്രശ്നം നടക്കുന്നു. ഇവരുടെ ഷോപ്പ് നിൽക്കുന്ന ആ ഒരു ഭാഗം റോഡിന്റെ വികസനത്തിനായി വിട്ടു നൽകണമെന്ന് വില്ലേജ് ഹെഡ് ആവശ്യപ്പെടുമ്പോൾ അതിന് സോ സമ്മതിക്കുന്നില്ല. പക്ഷെ അങ്കിള് നല്ലതല്ല റോഡ് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് എനിക്ക് ജസ്റ്റ് ഒരു കട മാത്രമല്ല, എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊന്നും എനിക്കങ്ങനെ നശിപ്പിച്ചു കളയാൻ പറ്റില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അതിന്റെ പേരിൽ അവളും അങ്കിളും പിണങ്ങുന്നുണ്ട്. തുടർന്ന് ആകെ സങ്കടത്തിലാവുന്ന അങ്കിൾ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുമ്പോൾ അങ്കിളിനെ സീലു കാണുന്നു. സീലുനോട് ഇവളീ ഗ്രാമം എന്നും പറഞ്ഞ് ഇവിടെ ഈ കടയും കെട്ടിപ്പിടിച്ചിരുന്ന ഇവളുടെ ലൈഫ് എന്താവാനാണ്, ഇവൾ ഇതൊക്കെ മൂവ് ഓൺ ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്കിൾ സത്യത്തിൽ അവളുടെ നല്ല ഭാവി ഉദ്ദേശമാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന അവനും അത് അംഗീകരിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്കിളായിട്ട് അവളുടെ അടുത്ത് ചെന്ന് ഈ കട ഇവിടെ നിന്ന് മാറ്റില്ലാന്ന് നിനക്ക് തീരുമാനിക്കാൻ കഴിയില്ല, നീ ഇവിടെ ഈ കടയെ നോക്കി ജീവിക്കേണ്ട ഒരാളല്ല, ഈ കടയിൽ എനിക്കുണ്ട് പകുതി അവകാശം, ഈ വീടും പകുതി എന്റേതാണെന്ന് പറയുമ്പോൾ എങ്കിലേ എനിക്ക് വീടിന്റെ പകുതി വേണ്ട, ഈ വീട് മൊത്തത്തിൽ അങ്കിൾ എടുത്തോ, മറിച്ച് എനിക്ക് കട തന്നാൽ മതി എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെയും പറച്ചില്. എന്തായാലും ഈ കട തന്റെ അടുത്ത് നിന്ന് പറിച്ചെടുക്കാൻ താൻ അനുവദിക്കില്ല, ഇത് തന്റേതാണെന്ന് വാശിയിൽ അവൾ ആ കടയിൽ തന്നെ അവളുടെ താമസവും ആരംഭിക്കുന്നു. ആദ്യമൊക്കെ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും പിന്നീട് അങ്കിൾ പറയുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രാമത്തിന് ഒരു റോഡ് വികസനത്തിന് താൻ തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി ആ സ്റ്റോറിന്റെ അവിടെ വിട്ടുകൊടുക്കാനേ തയ്യാറാവുന്നു. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവൻ തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന കാര്യം മനസ്സിലായിട്ടും അവൾ അത് ഭാവിച്ചിരുന്നില്ലല്ലോ. അവളാകട്ടെ അവൻ കാണാതെ തന്നെ അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ എടുത്ത് പരിശോധിക്കാറുണ്ടായിരുന്നു. അതായത് ഫോളോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട് അവളുടെ ഫോണിൽ. അങ്ങനെ ഒരു ദിവസം അവനാകട്ടെ തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നത് സിംബലൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അവൾ കാണുകയും അറിയാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നു. ലൈക്ക് ചെയ്ത ശേഷം അവൾ അത് അയ്യോ അവൻ കണ്ടെങ്കിൽ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും അവൻ അത് കണ്ടിരുന്നു. അപ്പോ ഇവളിത് ലൈക്ക് ചെയ്തതിലൂടെ അവൾ തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് അവനും തോന്നുന്നു. നിനക്കെന്നെ മനസ്സിലായെന്ന് അവൻ വേഗം തന്നെ അവൾക്ക് മെസ്സേജ് അയക്കുമ്പോഴേക്കും മനസ്സിലായി എന്ന് അവൾ പറയാണ്. കാരണം ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം എങ്ങനെ ഇത് അവളോട് അവതരിപ്പിക്കും എന്നൊരു പേടി അവൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവനാകട്ടെ പണ്ട് മുതലേ അവളോട് തനിക്ക് വലിയ കമ്പോസർ ആകണമെന്നതാണ് ആഗ്രഹം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അവളും അവനെ അതിനെ എൻകറേജ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇവർക്കിടയിൽ ഒരു കോൺടാക്ട് ഒക്കെ വിട്ടുപോയെങ്കിലും രണ്ടുപേരുടെ മനസ്സിൽ ആ കാര്യങ്ങൾ പോയിട്ടില്ല. അവനിപ്പോ കമ്പോസ് ചെയ്യാൻ ഈ തയ്യാറെടുപ്പ് നടത്തുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവളെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. ഇതൊക്കെ അവർ രണ്ട് മുറികളിൽ ഇരുന്ന് ഫോണിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അടുത്ത ദിവസം നേരി കാണുമ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്ന ടീമാണ് നേരി കാണുന്നത്. ആ സമയത്ത് രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാനായി ഭയങ്കര ചമ്മൽ. കാരണം ഇവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. അങ്ങനെ ഇവർ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ അങ്കിളുടെയും ആ ക്ലാസ് ടീച്ചറിന്റെയും കല്യാണവും വലിയ ആർഭാടമൊന്നും ഇല്ലാതെ മനോഹരമായി ചെറിയൊരു ചടങ്ങിൽ കഴിയുന്നു. അങ്ങനെ ഇവരുടെ ലൈഫ് ഗ്രാമത്തിൽ ഹാപ്പി മുന്നോട്ട് പോകുമ്പോഴേക്കും അപ്രതീക്ഷിതമായി സീലുവിന്റെ അച്ഛൻ എത്തുന്നു. സീലുവിന്റെ അച്ഛൻ സീലുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് വരാനായി തനിക്ക് താല്പര്യമില്ല, ഇവിടെ നിന്ന് പാട്ടൊക്കെ കമ്പോസ് ചെയ്യാനായിട്ടാണ് താൻ താല്പര്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ അച്ഛനും ദേഷ്യം വരുന്നു. അച്ഛൻ അവനോട് ഭയങ്കരമായി അവിടെ വഴക്കുണ്ടാക്കുമ്പോൾ അതിൽ സോ ഇടപെടുന്നുണ്ട്. അവൾ സീലുവിന് വേണ്ടി അച്ഛനോട് സംസാരിക്കുകയും അവന്റെ ഡ്രീംസിനെ പെർസീവ് ചെയ്യാനായി അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു. തനിക്ക് വേണ്ടി അവൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ തന്നെ സീലുവിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അവൾ ഈ അച്ഛൻ ആഗ്രഹിക്കുന്ന കണക്ക് സിറ്റിയിലേക്ക് അവൻ മടങ്ങി പോകരുത് എന്നതിനെ പറ്റിയല്ല പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്, മറിച്ച് അവന് മ്യൂസിക് കമ്പോസർ ആവണം എന്നതാണല്ലോ ആഗ്രഹം. അപ്പൊ അതിന് അച്ഛൻ എതിര് നിൽക്കരുത്, കുട്ടിക്കാലം മുതലുള്ള അവന്റെ ആഗ്രഹമാണത്, അതവൻ നേടിയെടുക്കട്ടെ, അവൻ അതിൽ സക്സസ്ഫുൾ ആയ ഒരാളായി മാറുമെന്നത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് അതിൽ കൺവിൻസ് ചെയ്തെടുക്കായിരുന്നു. അല്ലാതെ ഈ ഗ്രാമത്തിൽ നിന്ന് അവൻ പോകണമെന്ന് അവൾ എതിർത്തില്ല. അതിന് കാരണം ഈ ഗ്രാമത്തിൽ നിൽക്കുന്നതിനേക്കാൾ സിറ്റിയിലായിരിക്കും അവൻ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ പെട്ടെന്ന് പോയോന്ന് ഒരു ആവശ്യത്തിനും പുറത്തു പോയിട്ട് മടങ്ങി വരുന്ന അവൾ വീട്ടിൽ അവനെ കാണാതെ ടെൻഷൻ ആകുമ്പോഴേക്കും പൊട്ടിക്കരയാനായി തുടങ്ങുന്നു. തുടർന്ന് അവൻ അവിടേക്ക് എത്തി അവളെ കണ്ട് നീ എന്തിനാ ഇരുന്ന് കരയുന്നത്, ഞാൻ സിറ്റിയിലേക്ക് പോയതൊന്നും അല്ല, ഞാൻ അച്ഛനോട് ഇവിടെയുള്ള എന്റെ അമ്മയുടെ കല്ലറ സന്ദർശിക്കാനായി പോയതാണെന്ന് പറയുന്നു. അപ്പോഴാണ് അവൾക്ക് സമാധാനമാവുന്നത്. അവൾ ഇവൻ സിറ്റിയിലേക്ക് പോട്ടെ എന്ന് കരുതിയെങ്കിലും പെട്ടെന്ന് തന്നോട് ഒരു യാത്ര പോലും പറയാതെ അവൻ പോയോന്ന് ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരിരുന്ന് സംസാരിക്കുന്ന ടീം അവൻ സിറ്റിയിലേക്ക് തന്നെ പോയി അവന്റെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യണമെന്നും താൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം സിറ്റിയിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിച്ച് അങ്ങോട്ടേക്ക് എത്തുമെന്നും
പഠിക്കാമെന്നും അവന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അവൻ സിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ഇമോഷണൽ ആയി അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു. തുടർന്ന് അവൻ സിറ്റിയിലേക്ക് പോയ ശേഷം അവളാകട്ടെ സിറ്റിയിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാനായി പഠനം ആരംഭിക്കുന്നു. അതിനായി ഇപ്പോൾ അവളുടെ ആന്റിയായി കൂടെയുള്ള അവളുടെ ക്ലാസ് ടീച്ചറും നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു എക്സാം അവൾ അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോട് കൂടി തന്നെ അവൾ പാസ്സാവുന്നു. അവളുടെ റിസൾട്ട് വന്ന ദിവസമാണ് അവളുടെ 18ാം പിറന്നാൾ. തുടർന്ന് വലിയൊരു പരീക്ഷണ ഘട്ടത്തിൽ കൂടിയായിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോ എക്സാമും പാസ്സായി നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും നേടാൻ സാധിച്ചു. അങ്ങനെ 18 വയസ്സും തികഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം അവൾക്ക് വലിയൊരു സർപ്രൈസ് നൽകിക്കൊണ്ട് അവൻ എത്തുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ അവർ പരസ്പരം കാണുന്നത്. ഒപ്പം തന്നെ ഈ പരീക്ഷയുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ അവർക്കിടയിൽ ഫോണും വഴിയൊന്നും കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വളരെ ഇമോഷണൽ ആവുന്നു. അങ്ങനെ എന്തായാലും ഇനി ലൈഫിൽ പിരിയാതെ എന്നും ഒന്നിച്ചുണ്ടാകും എന്ന ഒരു ഹാപ്പിനെസ്സിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നവരെ കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു.